إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون يقول ربنا سبحانه في محكم تنزيله بعد أعوذ بالله من الشيطان الرجيم والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون ഏറെ ബഹുമാനവും ആദരവുമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായ ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടെ മുവഹിദുകളായി മുഅ്മിനുകളായി ജീവിച്ചു കൊള്ളണമെന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് സാമൂഹിക ജീവിയായ നിലക്കാണ്. സാമൂഹികമായ അന്തരീക്ഷത്തിലല്ലാതെ മനുഷ്യന് ജീവിക്കുക സാധ്യമല്ല. മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായി അല്ലാഹു പല പ്രത്യേകതകളും നൽകി ആദരിച്ചിരിക്കുകയാണ് മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദം വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. വലഖദ് കറംനാ ബനി ആദം, നാം ആദമിന്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു. കരയിലും കടലിലും നാം അവരെ വഹിച്ചിരിക്കുന്നു, വാഹനപ്പുറത്തേറ്റിയിരിക്കുന്നു എന്ന് തുടങ്ങി അള്ളാഹു മനുഷ്യന് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഇതിൽ വളരെ വലിയ ഒരു അനുഗ്രഹമായിട്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങളുടെ സ്വശരീരങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുകയാണ്. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ. നിങ്ങളുടെ ഇണകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് സന്താനങ്ങളെയും സന്താനങ്ങളുടെ സന്താനങ്ങളെ അഥവാ പേരമക്കളെയും അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. വറസഖകും മിനത് ത്വയ്യിബാത്ത്. ഏറ്റവും ത്വയ്യിബായ ഉത്തമമായ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന്, പദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങളെ അവൻ ഭക്ഷിപ്പിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് അവൻ അനുഗ്രഹമായി ഭക്ഷണമായി നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. സഹോദരന്മാരെ, നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് വൈവാഹിക ജീവിതവും അതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും പരസ്പരമായ കാരുണ്യത്തോടെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകലുമെല്ലാം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. സൂറത്തുർ റൂം അല്ലാഹു സുബ്ഹാനഹു വ തആല 6 വചനങ്ങളിൽ, സൂറത്തുർ റൂമിലെ 20 മുതൽ 24 വരെയുള്ള വചനങ്ങൾ എണ്ണി എണ്ണി പല അനുഗ്രഹങ്ങളുമായി എടുത്തു പറയുന്നുണ്ട്. വമിൻ ആയാതി വമിൻ ആയാതി വമിൻ ആയാതി എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറയുന്ന വചനങ്ങൾ നാം പരിശോധിക്കേണ്ടതാണ്.
എന്താണ് അല്ലാഹു പറയുന്നത്? അൻ ഖലഖകും മിൻ തുറാബിൻ ثم ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ. നിങ്ങളെ അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, അഥവാ നിങ്ങളുടെ പിതാവായ ആദമിനെ അവൻ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ ഇതാ നിങ്ങൾ വലിയ മനുഷ്യ സമൂഹമായി ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. അത് അവന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്, അവന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറയുകയാണ്. പിന്നീട് രണ്ടാമത് പറയുന്നു, നിങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ അവൻ മവദ്ദത്തും റഹ്മത്തുമാക്കിയിരിക്കുന്നു. പരസ്പര സ്നേഹവും കാരുണ്യവും അവൻ നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയിരിക്കുകയാണ്. ആ നിലയിൽ ദാമ്പത്യ ജീവിതം നയിക്കേണ്ടവരാണ് മനുഷ്യർ ഓരോരുത്തരും. എല്ലാ മതവിഭാഗങ്ങളിലും വിവാഹമുണ്ട്, വൈവാഹികമായ വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ ഏറ്റവും വലിയ, ഏറ്റവും ഉത്തമമായ, എല്ലാ ദമ്പതികൾക്കും അവരവരുടെ അവകാശങ്ങൾ വകവച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള നിയമവ്യവസ്ഥയാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് വൈവാഹിക ജീവിതത്തെ തള്ളിപ്പറയുകയും വിവാഹം ബന്ധനമാണ്, അത് ജയിലറയിൽ അടക്കപ്പെടലാണ്, രണ്ടുപേരും ബന്ധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സ്വതന്ത്രരായി ജീവിച്ചുകൊള്ളുക, ഇഷ്ടമുള്ളയിടത്ത് ഒരുമിക്കാം, ഇഷ്ടമുള്ളപ്പോൾ പിരിഞ്ഞു പോകാം എന്ന കുത്തഴിഞ്ഞ ജീവിത വ്യവസ്ഥയിലേക്ക് ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആദർശം പ്രഖ്യാപിച്ച് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടായിട്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ് ഈ വചനം. ഞാൻ നിങ്ങൾ ഓതിക്കേൾപ്പിച്ച സൂറത്തുൽ നഹ്ലിലെ 72-ാമത്തെ വചനം യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ അവതരിച്ചതാണോ എന്ന് വരെ നാം സംശയിക്കേണ്ട വിധത്തിലാണല്ലോ അള്ളാഹുവിന്റെ വിശദീകരണം. എന്താണ് അള്ളാഹു പറയുന്നത്? വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദതൻ വറസഖകും മിനത് തയ്യിബാത്ത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? അഫബിൽ ബാതിൽ യുഅ്മിനൂൻ വബിനിഅമതില്ലാഹി ഹും യക്ഫുറൂൻ. അഫബിൽ ബാതിൽ യുഅ്മിനൂൻ. അസത്യവും അധർമ്മവും ജീർണതയും ഫസാദുമാണോ, ബാത്തിലിന്റെ പിന്നാലെയാണോ അവർ പോകുന്നത്? അതാണോ അവർ ആദർശമായി സ്വീകരിക്കുന്നത്? അതിലാണോ അവർ വിശ്വാസം കൊള്ളുന്നത്? അള്ളാഹുവിന്റെ നിഅമത്തിനെ അവർ തള്ളിക്കളയുകയുമാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എത്ര പ്രസക്തമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചോദ്യം എന്ന് നാം ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹം പവിത്രമാണ്, വിവാഹം പരിശുദ്ധമാണ്, അത് ഐഹിക പാരത്രികമായ വിജയത്തിന് നിദാനമാണ്. ഒരു വിവാഹത്തിലൂടെ ഒരു വ്യക്തി തന്റെ മത ചിട്ടകളുടെ പാതിയും സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയുണ്ടായി. യുവ സമൂഹമേ, നിങ്ങൾക്ക് വിവാഹ പ്രായമെത്തി കഴിഞ്ഞിട്ടുള്ളവരാരുണ്ടോ, അവർക്ക് അതിന് കഴിവും ശേഷിയുമായി കഴിഞ്ഞാൽ അവർ വിവാഹം കഴിച്ചുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും നല്ലതായ രീതിയിൽ കുടുംബവുമായി വർത്തിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു, അതിന് മാതൃക കാണിച്ചു തരുന്നു. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി വഅന ഖൈറുക്കും ലിഅഹ്ലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ അഹ്ലിനോട്, തന്റെ കുടുംബത്തോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. ഞാൻ എന്റെ കുടുംബവുമായി ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവനാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലി ഫഇദാ ഹദറത്തിസ് സ്വലാഹ് ഖറജ ഇലസ് സ്വലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കും, അഥവാ അവരുടെ ജോലികളിൽ സഹായം ചെയ്തുകൊണ്ട് അവരോടൊപ്പം വീട്ടുജോലികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ നമസ്കാര സമയമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമസ്കാരത്തിലേക്ക് പുറപ്പെട്ടു പോകുന്നു. അതായിരുന്നു പ്രവാചകന്റെ ഗാർഹിക ജീവിതം, കുടുംബജീവിതം എന്ന് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷ്മത പുലർത്തി ഏറ്റവും നല്ല മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിക്കുക, അതിലൂടെ സമൂഹത്തിന് മാതൃകയായി തീരുക. ഏറ്റവും നല്ല സമൂഹ സൃഷ്ടി സ്ഥാപിതമാകുന്നത്, സംഭവിക്കുന്നത്, സാധ്യമായി തീരുന്നത് നല്ല കുടുംബം നിലവിൽ വരുന്നതിലൂടെയാണ്. ആ നിലയ്ക്ക് മാതൃകാ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു നമ്മേവരെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين أما بعد أوصيكم وإياي ثانيا بتقوى الله فاتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും ശേഷം നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉത്തമമായ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക, നിങ്ങൾ പരലോക വിജയം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോടായി ഉപദേശിക്കുന്നു. വൈവാഹിക ജീവിതത്തിൽ കുടുംബവുമായി ബന്ധം പുലർത്തുന്നിടത്ത്, അവരോട് ഇടപഴകി ജീവിക്കുന്നിടത്ത് ഒരുപാട് ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുകയുണ്ടായി. ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനഹ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹീഹായ ഹദീസിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് പ്രവാചകൻ പറയുന്നത്? ഒരു വിശ്വാസിയും വിശ്വാസിനിയെ അഥവാ തന്റെ സഹധർമ്മിണിയെ മുഷിപ്പിക്കരുത്. യഫ്റുഖ് എന്നാ പ്രയോഗിച്ചത്. എന്തെങ്കിലും കുത്തുവാക്കുകൾ പറഞ്ഞോ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടോ അവരെ മുഷിപ്പിച്ചുകൊള്ളരുത്. സൂക്ഷിക്കണം. സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപഴകലിലുമെല്ലാം ഏറ്റവും നല്ല മാതൃകയായ നിലക്ക് മവദ്ദത്തോടെ റഹ്മത്തോടെ നാം ഇടപഴകണം, അവരുമായി ബന്ധം പുലർത്തണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇൻ കരിഹ മിൻഹാ ഖുലുഖ, അവളിൽ നിന്ന് വല്ല സ്വഭാവവും വെറുക്കുകയാണെങ്കിൽ റളിയ മിൻഹാ ആഖർ, അവന് വളരെയധികം സംതൃപ്തി നൽകുന്ന ഇഷ്ടകരമായ മറ്റു പല സ്വഭാവങ്ങളും അവളിൽ ഉണ്ടല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. വിവാഹത്തിൽ നിന്നും വേർപിരിയുന്ന തലാഖുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് പോലും വളരെ അടിസ്ഥാനമായി പരിശുദ്ധ ഖുർആൻ നമ്മളോടായി നമ്മുടെ മുമ്പിലായി സമർപ്പിച്ചിട്ടുള്ള, നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഉപദേശം, ഒരു അടിസ്ഥാന തത്വം എന്താണ്? വലാ തൻസവുൽ ഫദ്ല ബൈനക്കും. നിങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ളതായ ആ ഒരു പരസ്പര സാവർത്തിത്വത്തിൽ കഴിഞ്ഞ ഇന്നലകളിൽ നിങ്ങൾ കഴിച്ചുകൂട്ടിയതായ നിങ്ങളിലുണ്ടായ നല്ല നല്ല അനുഭവങ്ങൾ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുള്ള ഉപകാരസ്മരണ, ആ ഉപകാരങ്ങൾ അത് നിങ്ങൾ മറന്നുപോകരുത്. നിങ്ങളിപ്പോൾ പിരിയുവാൻ തീരുമാനിക്കുകയല്ലേ, പക്ഷേ നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ നിങ്ങളുടെ ഭൂതകാലത്തേക്ക്, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്തുകൊള്ളുക. അങ്ങനെ ഇസ്ലാഹ് ചെയ്യുവാൻ മറ്റുള്ളവരെയും അള്ളാഹു ഉപദേശിക്കുകയാണ്. വേർപിരിവിന്റെ പക്കത്തിലെത്തിക്കഴിഞ്ഞാൽ അവരെ നന്നാക്കിയെടുക്കുവാൻ, അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബങ്ങളോട് ഉപദേശിക്കുന്നു. വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമ ഫബഅതു ഹകമൻ മിൻ അഹ്ലി വഹകമൻ മിൻ അഹ്ലിഹാ. നിങ്ങൾ അവർക്കിടയിൽ വേർപിരിവ് ഭയപ്പെട്ട് കഴിഞ്ഞാൽ, അവർ ഒരു നിലക്കും ഒരുമിച്ച് പോവുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം, നിങ്ങൾ അവളുടെ ഭാഗത്തു നിന്നും അവന്റെ കുടുംബക്കാരിൽ നിന്നും ഒരു മധ്യസ്ഥനെ നിശ്ചയിക്കൂ. അവർ രഞ്ജിപ്പുണ്ടാക്കട്ടെ. ഇസ്ലാഹു ദാത്തിൽ ബൈൻ, അത് ആർക്കിടയിലാണെങ്കിൽ പോലും, ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ വളരെ വലിയ പ്രാധാന്യമാണ് അതിനുള്ളത്. അതേത് രണ്ട് സഹോദരങ്ങൾക്കിടയിലാണെങ്കിൽ പോലും വളരെ മഹത്തരമുള്ളതായ, കൂലി നൽകപ്പെടുന്ന, ഫളലുള്ളതായ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുക? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മാ അമില ഇബ്നു ആദമ ശൈഅൻ അഫ്ളല മിന അസ്സലാഹ് വസലാഹി ദാത്തിൽ ബൈൻ വഖുലുഖിൻ ഹസൻ. ഇമാം അൽബാനി സഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. എന്താണ് പറയുന്നത്? ഒരു മനുഷ്യൻ ഏറ്റവും ഉത്തമമായ അവൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതാവട്ടെ അത് നമസ്കാരമാണ്. അതിനുശേഷം സലാഹു ദാത്തിൽ ബൈൻ, ഭിന്നിച്ചു നിൽക്കുന്ന രണ്ടുപേരെ രഞ്ജിപ്പിക്കലാണ്, അവരെ ഒന്നിപ്പിക്കലാണ്, അവർക്കിടയിലുള്ള പിണക്കം തീർക്കലാണ്. അതുപോലെ ഏറ്റവും നല്ല സൽസ്വഭാവത്തിൽ വർത്തിക്കലുമാണ്. 3 കാര്യങ്ങൾ: 1 നമസ്കാരം, 2 രഞ്ജിപ്പുണ്ടാക്കൽ, 3 സൽസ്വഭാവം സ്വീകരിക്കൽ. ഇതാകുന്നു ഏറ്റവും ഉത്തമമായി മനുഷ്യന് പ്രവർത്തിക്കുവാനുള്ള അമല് എന്ന് പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ വളരെ ഉത്തമമായ മാതൃകയായിരുന്നു. പൊന്നു മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട പുത്രി.
അള്ളാഹു കനിഞ്ഞേകിയ സ്വന്തം മകൾ മറ്റുള്ളവരൊക്കെ മരണപ്പെട്ടുപോയി. അവശേഷിച്ചത് ഫാത്തിമ മാത്രമാണ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. അവർ ജീവിതത്തിലേക്ക് കടക്കുന്നു. ഒരിക്കലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ അലിയെ കാണാനില്ല. എവിടെ മകളെ നിന്റെ പിതൃവ്യ പുത്രൻ അലി എവിടെ എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ ദിവസവും എന്നോണം ഇടക്കിടക്ക് അവരെ സന്ദർശിക്കും, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കും. ഒരിക്കൽ ചെന്നപ്പോൾ അലിയെ കാണുന്നില്ല. പറയുകയാണ്, ഞങ്ങൾക്കിടയിൽ ചെറിയ പിണക്കമുണ്ടായി, ഞങ്ങൾക്കിടയിൽ ചെറിയ ചില കാര്യങ്ങളുണ്ടായി, എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് അന്വേഷിച്ചു നോക്കൂ, അലിയെ കാണാനുണ്ടോ. അങ്ങനെ ഒരാൾ ചെന്ന് പരതിയപ്പോൾ അന്വേഷിച്ചു നോക്കിയപ്പോൾ അതാ മദീന പള്ളിയുടെ ആ മണൽ പരപ്പിൽ ഒരു മൂലയിൽ അയാൾ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കിടക്കുന്നു. ഉറങ്ങിയൊന്നുമല്ല, ഉറക്കം നടിക്കുകയാണ്, അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ദൂതൻ വിവരം പറഞ്ഞു, അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് ചെന്നുകൊണ്ട് ആ മേനിയിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള മണലിൻ തരികളെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു. യാ അബാ തുറാബ് ഖും യാ അബാ തുറാബ്, അബൂ തുറാബെ എഴുന്നേൽക്ക്, അബൂ തുറാബെ എഴുന്നേൽക്ക് എന്ന് പറയുകയുണ്ടായി. മണ്ണിന്റെ മകൻ എന്ന അതിനർത്ഥം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ജീവിതത്തിൽ വിളിക്കപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമമായിരുന്നു അത്. അപ്പൊ സുഖമുള്ള പേരൊന്നുമല്ല മണ്ണിന്റെ വാപ്പ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിട്ടുള്ള ആ പേര് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. വീണ്ടും പല സംഭവങ്ങളും അവർക്കിടയിൽ നടന്നത്. ഇത് മാത്രമല്ല, ധാരാളം മാതൃകാപരമായ പല സംഭവങ്ങളും നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ വളരെ നല്ലതായ ഒരു ജീവിതം നയിക്കുവാൻ നാം പരിശ്രമിക്കുക, ജനങ്ങൾക്ക് മാതൃകയായി തീരുക, ഉത്തമമായ സമൂഹ സൃഷ്ടിക്കു വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി തീർമാറാവട്ടെ. അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ അസുഖങ്ങൾ അള്ളാഹു അത്രയും രക്ഷയാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരന്മാരെ അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് മിൻഹും വൽ അംവാത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وأقم الصلاة.